കൊണ്ടിട്ടാൽ എഴുന്നേക്കും. കരം അടിച്ച് അതുപോലെ സ്വീകരിച്ചാട്ടെ. എവിടെ കൊണ്ടിട്ടാലും ഞാൻ എഴുന്നേക്കും. ഏത് കുപ്പയ്ക്കകത്ത് കൊണ്ടിട്ടാലും, ഏത് പ്രശ്നത്തിനകത്ത് കിടന്നാലും, ഏത് ബാധ്യതകൾക്കകത്ത് കിടന്നാലും, അവൻ നീ എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. കാരണം യേശുവിന്റെ തേജസ് ഞങ്ങളിലുണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങൾ കർത്താവിന്റെ തേജസ് പ്രാപിച്ചു. ഞങ്ങൾ നീതീകരിക്കപ്പെട്ടു. ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ഞാൻ ചോദിക്കട്ടെ, യേശുവുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ നാളെ കുറിച്ച് ഞാൻ ഭാരപ്പെടണോ? ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്കായിട്ടല്ല, യേശുവിന് വേണ്ടിയാ. എന്നെ നടത്തണമെങ്കിൽ അത് ദൈവത്തിൽ നടത്തണം. എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ കടമയാണ് എന്നെ അനുഗ്രഹിക്കുക എന്നുള്ളത്. ഇത് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, യേശുവിന് വേണ്ടിയാണ്. എന്നെ അനുഗ്രഹിക്കേണ്ടത് ആരുടെ കടമയാ? ആരുടെ കടമയാ? ദൈവത്തിന്റെ കടമയാ. അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ 2024 ആരുടെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, ഇത് നിന്റെ അനുഗ്രഹത്തിന്റെ വർഷമാണ്. തുള്ളനും വെട്ടുക്കിളിയും തിന്നു തീർത്ത സമ്മത്സരത്തെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുകയാണ്. നിന്റെ നഷ്ടപ്പെട്ടു പോയ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ ബിസിനസ് ദൈവം മടക്കി തരാൻ പോകുക. ഒരു നല്ല കയ്യടി കർത്താവിന് കൊടുത്ത് മോനെ പ്രവചിക്കുകയാണ്. നല്ല സമയം വരുന്നതേ ഉള്ളൂ. സമയം വരാൻ പോവുകയാ. അടുത്തിരിക്കുന്നിടത്ത് കൈ കൊടുത്തിട്ട് പറ, എന്റെ അനുഗ്രഹത്തിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഇതൊന്നും അല്ല അനുഗ്രഹം, വരാൻ പോകുന്നേ ഉള്ളൂ. അനുഗ്രഹമാണ്, വലുത് വരാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ ചെറുതാ, വലുത് വരാൻ പോവാ. ഇതിനോട് കർത്താവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. 2024 എന്തോ വലുത് സംഭവിക്കുക, വലുത് സംഭവിക്കുക. പിടിക്കുക. രാവിലെ ആരെ പിടിക്കുന്നത്? പരിശുദ്ധാത്മ പറയുന്നു 2024 നിന്റെ ജീവിതത്തിൽ വലുത് സംഭവിക്കാൻ പോകുകയോ. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ദൈവം നിന്നെ എടുത്തുയർത്തുന്നത് നിന്റെ ശത്രുക്കൾ കാണാൻ പോകുകയാ. ദൈവം നിന്നെ എടുത്തു പോക്കുന്നത് നിന്റെ ശത്രുക്കൾ കാണാൻ പോകുകയാ. നിന്റെ വരുമാന സ്ഥിതികൾ മാറുന്നത് ശത്രുക്കൾ കാണാൻ പോകുകയാ. നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ, നിന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. കർത്താവ് പറയുന്നു, ദൈവം നിന്റെ കൂടെ നടക്കുന്നതെന്ന് ചിലർ പറയാൻ പോവുകയാ. അറിയത്തില്ല, കർത്താവ് ചിലരെ കൈവെള്ളം കൊണ്ട് കിടക്കാൻ പോവുക. ദൂത ആവശ്യമുള്ള പിടിച്ചോ. ഈ രാവിലെ ആ ദൂതനെ ആർക്കാ വേണ്ടത്? വിശ്വസിക്കുന്ന ദൈവജനം ആ ദൂതനെ രാവിലെ സ്വീകരിക്കുക. ദൈവത്തിന്റെ കൈവെള്ളയിലാ നീ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിൽ ജീവിക്കുന്നു. ഞങ്ങൾ വീണ് കിടക്കുന്നുവെങ്കിലും ഞങ്ങൾ തകർന്നു പോകുന്നില്ല. ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നുവെങ്കിലും ഞങ്ങൾ നിരാശപ്പെട്ടു പോകുന്നില്ല. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവ തേജസ് പകർന്നിരിക്കുന്നു. കർത്താവ്, എന്നിലേക്ക് ദൈവത്തിന്റെ തേജസ് വരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഒരു കാര്യം ഉറപ്പാ, തേജസ് വന്നപ്പം മോശ ആള് മാറി, മോശയുടെ വിക്ക് മാറി, 40 ലക്ഷത്തിന്റെ ലീഡറായി മാറി. തേജസ് വന്ന നീ രക്ഷപ്പെട്ടു. തേജസ് വന്നാൽ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ ഹൃദയത്തിൽ നിന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ദൈവത്തിന്റെ തേജസ് എന്നിലേക്കൊന്ന് വരണം. ആർക്കാവശ്യം?
നടത്തിയ വിധങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നന്ദിയല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഹലോ, നടത്തിയ വിധങ്ങൾ ഓർത്ത നന്ദിയല്ലാതെ ഇരിക്കാൻ പറ്റുമോ? എത്രയോ പ്രാവശ്യം ഐസിയുവിൽ കിടന്ന് മരിക്കേണ്ടതായിരുന്നു. ശ്വാസം മുട്ടി നിന്റെ ജീവൻ ആയുസിന്റെ മത്തിയിൽ പോകേണ്ടതല്ലയോ? ആ ദൈവത്തിന് വേണ്ടി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്. നീ മരിക്കേണ്ടവനായിരുന്നു. നിന്റെ ആയുസിനെ നീട്ടി തന്നത് ദൈവമാണെങ്കിൽ ഇവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓടിച്ചു വായിച്ചാട്ടെ. ഇതിന്റെ അകത്ത് വലിയ ദൂതിലേക്ക് നമുക്ക് നിർത്തണം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഓ പറഞ്ഞേ, യേശുവിന്റെ മരണം പറയുക. യേശുവിന്റെ മരണം ശക്തമായിട്ട് പറയുക. യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ എപ്പോഴും വഹിക്കുന്നു. അടുത്തേ, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ, അപ്പൊ നമ്മുടെ ശരീരങ്ങളിൽ യേശുവിന്റെ ജീവൻ നമ്മളിലൂടെ വെളിപ്പെടണം. അപ്പൊ യേശുവിനെ വെളിപ്പെടുത്തേണ്ടത് ആരെ? സമൂഹത്തിൽ. യേശു വന്ന് വെളിപ്പെടുത്തത്തില്ല, നമ്മളിലൂടാണ് സമൂഹത്തിൽ യേശുവിനെ അറിയണ്ടേ. കാരണം യേശുവിന്റെ ജീവൻ നമ്മളിലാണ് മറഞ്ഞിരിക്കുന്നത്.